വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ തീരുമാനമെടുക്കാതെ കഴിഞ്ഞ ദിവസം ചേർന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം പിരിഞ്ഞു. 150-ലധികം ഐറ്റംസ് ഉണ്ടായിരുന്നു അജണ്ടയിൽ. അതിൽ ആകെ പരിഗണനയ്ക്കെടുത്തത് ഡോക്ടർ KS അനിൽകുമാർ എന്ന രജിസ്ട്രാറുടെ സസ്പെൻഷൻ മാത്രമാണ്. ബാക്കി 149 പിള്ളേരുടെ കാര്യമായിരുന്നു. അതൊന്നും പരിഗണിച്ചില്ല. ഒരുപാട് ആളുകൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതൊന്നും പരിഗണിക്കാതെ ഈ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിക്കുന്നു. ഇതിൽ പ്രകോപിതനായ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇറങ്ങിപ്പോയി. സർവകലാശാല യൂണിയൻ ഫണ്ട്, ഇന്റർ യൂണിവേഴ്സിറ്റി കലോത്സവം ഫണ്ട്, ഫിനാൻസ് കമ്മിറ്റി പാസാക്കിയ ബില്ലുകളുടെ അംഗീകാരം ഉൾപ്പെടെ 150ഓളം അജണ്ടകളായിരുന്നു ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം പരിഗണിക്കാനിരുന്നത്. ഉച്ചയോടെ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ അജണ്ട ചർച്ചയ്ക്കെടുത്തു. യോഗം പിരിയുന്നതുവരെ 7 മണിക്കൂറും ചർച്ച ചെയ്തത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ മാത്രം. സിൻഡിക്കേറ്റിൽ 3 പേരൊഴികെ 19 പേരും രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന നിലപാടെടുത്തു. സിൻഡിക്കേറ്റ് ഭൂരിഭാഗവും ഒരേ നിലപാട് സ്വീകരിച്ചതോടെ ഗത്യന്തരമില്ലാതെ വൈസ് ചാൻസലർ യോഗം ബഹിഷ്കരിച്ചു പോയി. അടുത്ത യോഗം എന്ന് ചേരുമെന്നോ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന മറ്റ് അജണ്ടകളുടെ തീരുമാനമോ ചർച്ച ചെയ്യാതെയാണ് ഇറങ്ങിപ്പോക്ക്. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ കാര്യം ചാൻസലർ കൂടിയായ ഗവർണർക്ക് വിടാനും VC ഏകപക്ഷീയമായി തീരുമാനിച്ചു. VCയുടെ തീരുമാനത്തിനെതിരെ കോടതിയെ സമീപിക്കാനാണ് ഇടത് സിൻഡിക്കേറ്റിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.